ഇന്നത്തെ മലയാള സിനിമയിൽ ഒരുപിടി യുവതാരങ്ങളുണ്ടെങ്കിലും 2005-6 കാലഘട്ടത്തിൽ അത്ര ഒരു യൂത്ത് ഐക്കോൺ ഇല്ലായിരുന്നു. ആ സമയത്താണ് 2006 ഹാപ്പി ബി ഹാപ്പി എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് ചിത്രം മലയാളത്തിൽ ഡബ്ബ് ചെയ്തെത്തുന്നത്. അങ്ങനെയാണ് മലയാളികൾക്ക് അല്ലു അർജുൻ എന്ന പേര് സുപരിചിതമായത്. തന്റെ സ്റ്റൈലും തകർപ്പൻ ആക്ഷനും അഭിനയം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യുവാക്കളുടെ ഇടയിൽ സെൻസേഷണൽ യൂത്ത് സ്റ്റാർ ആയി മാറിയിരുന്നു. പിന്നീട് വന്ന ആര്യ, ബണ്ണി, കൃഷ്ണ ചിത്രങ്ങളിലൂടെ അല്ലു അർജുൻ മലയാളികളുടെ സ്വന്തം മല്ലു അർജുനായിട്ട് അറിയപ്പെട്ടു. കാലക്രമേണ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിലും പിന്നീട് പാൻ ഇന്ത്യ സ്റ്റാറായി മാറിയെങ്കിലും മലയാളികൾക്ക് ഇഷ്ടം അദ്ദേഹത്തിന്റെ പഴയ പടങ്ങൾ തന്നെയാണ്. അതായത് അല്ലു അർജുന്റെ പഴയ ചിത്രങ്ങൾക്ക് ഇപ്പോഴും നല്ല ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻസിന് ആ കാലത്ത് ആ സിനിമകൾ ഉണ്ടാക്കിയ ആഴത്തിലുള്ള സ്വാധീനമാണ് ഇന്ന് ഹാപ്പി ബി ഹാപ്പി റീ റിലീസിൽ എത്തിയിരിക്കുന്നത്. 2006 ഹാപ്പി ഇറങ്ങുമ്പോൾ അന്ന് എനിക്ക് വയസ്സ് 8. ഞാൻ കണ്ടത് DVD-യിലാണ്. ആര്യ, കൃഷ്ണ, ബണ്ണി, ഹീറോ ഇതൊക്കെ എത്ര വട്ടം കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അന്ന് ആ സിനിമകൾ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിലും ഇന്ന് എനിക്ക് തിയേറ്ററിൽ തന്നെ ഹാപ്പി കാണാൻ കഴിഞ്ഞതുകൊണ്ട് ആ വിഷമം അങ്ങ് മാറിക്കിട്ടും. നിങ്ങളും മാക്സിമം പെട്ടെന്ന് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ഫാമിലി ഓഡിയൻസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കാണേണ്ടി വരും പടം. സോ അടുത്ത റീ റിലീസ് കൃഷ്ണയാണെന്ന് നമ്മുടെ കാദർ ഹാസർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പറയും അടുത്തതായിട്ട് അല്ലു അർജുൻ്റെ ഏത് പടം വീണ്ടും തിയേറ്ററിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? What's up?